എൻ ശ്രീകുമാർ, സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ. ഈ തിരിച്ചടി ആകുന്നത് എതിർപക്ഷത്തിനാണ്, ഈ രണ്ടു പേർക്കുമാണ് എന്നുള്ള വിലയിരുത്തലിനോട് താങ്കളുടെ മറുപടി? അല്ല, സുരേഷ് ഗോപിക്കൊന്നും ഒരു ഗുണവും ചെയ്യില്ല. ഇവിടെ ശ്രീ ശ്രീജിത്ത് പണിക്കരും ശ്രീ ഫക്രുദ്ദീൻ അലിയും നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ആഗ്രഹിക്കുന്ന പോലെയാണ് സംസാരിച്ചത്. ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷേ ഞാൻ പറയുന്നത് അവരറിയാത്ത ചില കാര്യങ്ങളുണ്ടോ. ഞാൻ അവരെ ചെറുതാക്കി കാണിക്കുന്നുമല്ല കേട്ടോ. ഇതിൽ കോൺഗ്രസിനൊരു പങ്കുമില്ല സുഹൃത്തുക്കളെ, UDFനും പങ്കില്ല. ഞാൻ ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ സ്വർണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് കൗൺസിലർ എന്താ ഇടപെട്ടത്? അവിടുത്തെ ഇടവക അംഗങ്ങൾ കൗൺസിലറോടല്ലേ പരാതി പറയുക. കൗൺസിലർ ഒന്നും പറഞ്ഞിട്ടില്ല. കൗൺസിലർ എന്താ പറഞ്ഞത്? ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപത്തെ അത് അവർ പരിഹാരം കണ്ടോളും, ആ ഇടവക കണ്ടോളും. അത് കോൺഗ്രസ് അതിൽ ഇടപെട്ടിട്ടില്ല സംഘടനാപരമായി. പിന്നെ അതിൽ ഈ മറ്റേ കിരീടം സമർപ്പിക്കാൻ പോകുമ്പോൾ ചാനലുകൾ ഉണ്ടായിരുന്നു. ആ കിരീടത്തെക്കുറിച്ച് പിന്നീട് വന്ന കഥ ഇത് നമുക്കറിയാമല്ലോ. അത് നിലത്ത് വീണപ്പോൾ അതൊരു ചാനൽ, ഒരു പാർട്ടി ചാനൽ തട്ടിയിട്ടാണെന്ന് ആക്ഷേപം വന്നു. ആ പാർട്ടി ചാനൽ അത് ചർച്ചയാക്കി. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിലത്തെ രാഷ്ട്രീയം മാത്രം നിങ്ങൾ കാണുക, അല്ലാണ്ട് അതിൽ വ്യക്തിപരമായിട്ടൊന്നും ആരെ ആക്ഷേപിക്കാൻ UDF എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. ഇനി കലാമണ്ഡലം ഗോപിയാശാന്റെ കാര്യം. ഗോപിയാശാന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ വരുന്നു, ഒരു ഡോക്ടർ സംസാരിച്ചു എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് അത് പോസ്റ്റ് ഇട്ടത്, അല്ലാണ്ട് ഒരു മറ്റേ UDFന്റെ പ്രതിനിധി പോയിട്ട് പോസ്റ്റ് ഇട്ടതല്ല. ആ മകൻ പോസ്റ്റ് ഇട്ട ശേഷം അത് പിൻവലിക്കുന്നു. ആ വാർത്ത CPMന്റെ മുഖപത്രം 1-ാം പേജിൽ വാർത്തയാക്കി. പക്ഷെ നിങ്ങൾ അറിയാത്ത കാര്യമുണ്ട്, അത് വാർത്തയാക്കാത്ത പത്രമാണ് കോൺഗ്രസിന്റെ മുഖപത്രം. എന്താ ഒരു വാർത്തയാക്കാതിരുന്നത്? അത് നിങ്ങൾ അറിഞ്ഞില്ലേ? UDFന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഇത്രയും വലിയൊരു ആയുധം കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ മുഖപത്രം അത് വാർത്തയാക്കാതിരുന്നത്? അത് മനസ്സിലാക്കൂ. നിങ്ങൾ വെറുതെ ചുമ്മാ എല്ലാം നിരീക്ഷിക്കണമല്ലോ. നിരീക്ഷിക്കുമ്പം ഇപ്പൊ ആ വീക്ഷണം എന്തുകൊണ്ടത് വാർത്തയാക്കിയില്ല എന്ന് ചോദിച്ചാൽ വീക്ഷണത്തിന് വേറെ ഉണ്ട്. കാരണം എന്താണ്, ക്ഷമിക്കണം, കോൺഗ്രസിനും UDFനും വേറെ ഒരുപാട് ആയുധങ്ങളുണ്ട് കയ്യിൽ, രാഷ്ട്രീയ ആയുധമുണ്ട്. VS സുനിൽകുമാർ തങ്കമാണ് ചെമ്പാണോ എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മുരളീധരൻ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഇടതുമുന്നണിയുടെ ഒരുപാട് കാര്യങ്ങൾ മുരളീധരന് ചൂണ്ടിക്കാണിക്കാനുണ്ട്. VS സുനിൽകുമാറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ LDFന്റെ ഒരു പ്രതിനിധിയാണ്. LDF എന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുന്ന മുന്നണിയാണ്. ആ മുന്നണിക്കെതിരായ ഒരു മത്സരമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഇതിനെ കാണും. അതുകൊണ്ട് ഇത് അതാണ് കെ മുരളീധരൻ തന്ത്രപരമായിട്ട് അല്ല സുനിൽകുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചത്. സുരേഷ് ഗോപിക്കെതിരെ വ്യക്തിപരമായിട്ട് ആരോപണം ഉന്നയിക്കാൻ നിൽക്കാത്തതും അതുകൊണ്ടാണ്. ആ നിരീക്ഷണം ഇവിടെ നടത്തി കഴിഞ്ഞു. കോൺഗ്രസിനെ കുറ്റം പറഞ്ഞില്ല കാര്യത്തിൽ. തന്ത്രപരമായി തന്നെ മുരളീധരൻ, അതാണല്ലോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കൗശലത എത്രത്തോളമാണെന്ന് ഫക്രുദ്ദീൻ ഇവിടെ പറഞ്ഞതും. ലീഡറുടെ മകനെ കൂടുതൽ പഠിപ്പിക്കേണ്ടത് ആവശ്യമില്ല, അദ്ദേഹത്തിന് അത് അറിയാമെന്ന്. മഞ്ജുഷ, ഞാൻ പറഞ്ഞ മുരളീധരന്റെ വ്യക്തിപരമായ പ്രസ്താവനയല്ല. കോൺഗ്രസ് ഈ രണ്ട് വിഷയത്തിലും കോൺഗ്രസ് അത് ഏറ്റുപിടിച്ചിട്ടില്ല. ഇത്രയും വലിയ വാർത്ത, ഗോപിയാശാന്റെ മകനിട്ട പോസ്റ്റ് പിൻവലിച്ച വാർത്ത എന്തുകൊണ്ട് കോൺഗ്രസ് മുഖപത്രം കൊടുത്തില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്തെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അത് ആ ഒറ്റ കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ CPM മുഖപത്രം അത് 1-ാം പേജിൽ വാർത്തയാക്കി, കോൺഗ്രസ് മുഖപത്രം അത് വാർത്തയാക്കിയില്ല. ഇതിൽ കോൺഗ്രസിനൊരു ബന്ധവുമില്ല. വെറുതെ കോൺഗ്രസിനെ ഇതിലെ പരാജയ ഭീതി കൊണ്ടൊന്നും പറയാൻ നിൽക്കേണ്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ കാണിച്ചതാണ്. ഇതിൽ ഇനിയിപ്പം LDFും UDFും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇപ്പൊ LDFുകാരാണോ ഈ പോസ്റ്റ് ഇട്ടേന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. ഗോപിയാശാൻ എന്താ പറഞ്ഞത്? എന്റെ മകനിട്ട പോസ്റ്റ് അയാൾ പിൻവലിച്ചു, അതൊരു വ്യക്തിപരമായ കാര്യമാണ്. ഈ പോസ്റ്റ് വന്ന അന്ന് ഉച്ച തിരിഞ്ഞിട്ട് ഗോപിയാശാൻ ആലത്തൂർ മണ്ഡലത്തിലായ പേരാമംഗലത്ത് താമസിക്കുന്ന ആളാണ്. അദ്ദേഹം അവിടുത്തെ CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ അഭ്യർത്ഥന നടത്തി. അപ്പൊ ഇതൊക്കെ കൂട്ടി വയ്ക്കുമ്പോൾ ഇന്നത്തെ കക്ഷികൾ UDF അല്ല, CPM BJPയും മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മറ്റുള്ള കാര്യം എന്താണ്? സാധാരണ ഇതിൽ ഇപ്പൊ ഗോപിയാശാൻ ഒരു കലാകാരനാണ്, കലാമണ്ഡലത്തിന്റെ അധ്യാപകനായിരുന്നു. ഇവിടെ ഗോപിയാശാനെ അനുകൂലിക്കുന്ന ആരാധിക്കുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. CPMന് ഇത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഗോപിയാശാനെ എന്തുകൊണ്ട് കലാമണ്ഡലത്തിന്റെ ചാൻസലറാക്കിയില്ല എന്നാണ് ചോദ്യം. കലാമണ്ഡലത്തിന്റെ ചാൻസലറാകാൻ യോഗ്യനാണ് ഗോപിയാശാൻ, എന്താണ് ആക്കിയില്ല? അപ്പൊ ഗോപിയാശാനോട് CPM കാണിക്കുന്നതും അവർക്കൊരു വലിയ കലാകാരനെ വേണം. BJPയുടെ ഈ വിഷയത്തിൽ കോൺഗ്രസിനൊരു പങ്കുമില്ല. ഇനിയിപ്പോ സുരേഷ് ഗോപിയുമായ ബന്ധത്തിൽ ആരാണ് ഉത്തരവാദി? അദ്ദേഹത്തിന്റെ മകനിട്ട പോസ്റ്റല്ലേ ചർച്ചയായത്. അപ്പൊ ഒരു വീട്ടിലത്തെ അദ്ദേഹത്തിന്റെ പുത്രനിട്ട ഒരു ഇതാണ് ചർച്ചയാകുന്നത്. അത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാകും. സുരേഷ് ഗോപി എന്ന വ്യക്തിയെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്ന എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ്.
സുരേഷ് ഗോപി എന്ന സിനിമ നടനെ ആരാധിക്കാത്ത ആരും ഈ നാട്ടിലില്ല. പക്ഷേ സുരേഷ് ഗോപി എന്ന BJP സ്ഥാനാർത്ഥിയെ വിമർശിക്കും. കാരണം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ ആശയത്തെ എതിർക്കുന്ന രണ്ട് മുന്നണികളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ LDF UDF തമ്മിലാണ് മുഖ്യ മത്സരം എന്ന് പറഞ്ഞപ്പോൾ അല്ല, LDF BJPയുമാണ് എന്ന് പറഞ്ഞതായ LDFന്റെ കൺവീനറാണ്. അവിടെ ആ രാഷ്ട്രീയമുണ്ട്. BJP രാഷ്ട്രീയത്തെ CPM എന്തുകൊണ്ട് അനുകൂലിക്കുന്നു എന്ന ചോദ്യം വരുന്നു. അതിന് ജയരാജനോട് EP ജയരാജനോട് ചോദിച്ചു, മുഖ്യമന്ത്രി ഗോവിന്ദ് നമാഷും ഇങ്ങനെ തിരുത്തിയിട്ടുണ്ടല്ലോ. ജയരാജന്റെ മറുപടി എന്തായിരുന്നു? മുഖ്യമന്ത്രി തിരുത്തി എന്നാ പറഞ്ഞത്. ഗോവിന്ദ് നമാഷയുടെ പേര് പറഞ്ഞില്ല. പാർട്ടി സെക്രട്ടറി തിരുത്തിയെന്നല്ല പറഞ്ഞ LDF കൺവീനർ, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാ പറഞ്ഞത്. ഞാൻ അതിലത്തെ മാർക്സിസ്റ്റ് രാഷ്ട്രീയം ഞാൻ നിരീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ കിരീടം ചർച്ചയായത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ് അല്ല ചർച്ചയാക്കിയിട്ട് കൊണ്ടുവന്നത്. ഇത് ചർച്ചയായത് ഇതിങ്ങനെ ആ കൊടുത്ത നിമിഷത്തെക്കുറിച്ചുള്ള ചിത്രീകരണവും ഫോട്ടോകളും വാർത്തകളും വന്നപ്പോൾ അത് ചർച്ചയായി. അല്ലാണ്ട് കൗൺസിലർ പോയിട്ട് അതിന് ഇത് അളക്കണമെന്ന് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന ശ്രീകുമാറിന്റെ നിരീക്ഷണം എങ്ങനെ മറുപടി നൽകുന്നു താങ്കൾ?